പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ LCR സർക്യൂട്ടിനെ കുറിച്ച്, അതിൻ്റെ ഫേസർ ഡയഗ്രത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇന്ന് നമ്മൾ റെസൊണൻസ് എന്ന ഒരു ഫിനോമിനെ കുറിച്ച് പറയാം. നിങ്ങൾക്കറിയാം, റെസൊണൻസ് എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് തന്നെ ചില സംഗതികൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് റെസൊണൻസ്. രണ്ട് സംഗതികൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റിനാണ് നമ്മൾ സാധാരണ റെസൊണൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം LCR സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ്, ആ ടോട്ടൽ റെസിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേര് ഇംപിഡൻസ് എന്നാണ്. അപ്പോൾ ഇംപിഡൻസ് എന്നാൽ Z= ഒരു സർക്യൂട്ടിൽ, ഒരു LCR സർക്യൂട്ടിൻ്റെ LCR, അതായത് ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഈ മൂന്ന് ഉപകരണങ്ങളും കണക്ട് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട്. ആ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് Z എന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്ന അതിൻ്റെ ഇംപിഡൻസ്. ദാറ്റ് ഇംപിഡൻസ് ഈക്വൽ ടു √R² പ്ലസ് 1/C⍵ മൈനസ് L⍵² ആണ്. ഈ സർക്യൂട്ടിൽ നിങ്ങൾ കണ്ടു, അതായത് റെസിസ്റ്റൻസ് കൊണ്ടുള്ള റെസിസ്റ്റൻസ് R എന്നും കപ്പാസിറ്റർ കൊണ്ടുള്ള റെസിസ്റ്റൻസ് 1/C⍵ എന്നും ഇൻഡക്ടർ കൊണ്ടുള്ള റെസിസ്റ്റൻസ് L⍵ എന്നുമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, ആണല്ലോ. അപ്പോൾ ഇവിടെയുള്ള സൈൻ പ്ലസ് ആണ്, ഇവിടെ അത് മൈനസ് ആണ്. മൈനസ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്, അല്ലേ? പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഈക്വൽ ആവുക എന്നുള്ളതാണ്. അതായത് വെൻ 1/C⍵ ഈക്വൽ ടു L⍵, 1/C⍵ ഈക്വൽ ടു L⍵ ആയിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ ടേമിൽ നിന്ന് ഈ ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ? ഫോർ എക്സാമ്പിൾ ഇത് 5ഉം ഇത് 5ഉം ആണ്. അപ്പോൾ 5 - 5 ഈക്വൽ ടു എന്താണ്? 0 ആണ്. അതിൻ്റെ സ്ക്വയർ ചെയ്താൽ 0 തന്നെ. ഇതേപോലെ 1/C⍵ ഈക്വൽ ടു L⍵ ആയിക്കഴിഞ്ഞാൽ, 1/C⍵ ഈക്വൽ ടു L⍵ ആയിക്കഴിഞ്ഞാൽ ഈ ഇംപിഡൻസ് എന്തായി മാറും? Z = √R² പ്ലസ് ഈ ടേം എന്തായി? 0 ആയില്ലേ? 0 ആയി. അതുകൊണ്ട് നമുക്ക് പിന്നെ ആ ടേമിൻ്റെ ആവശ്യമില്ല. Z = R² എന്നായി. വാട്ട് ഈസ് √R²? √R² ഈക്വൽ ടു R ആണ്. വാട്ട് ഈസ് R? റെസിസ്റ്റൻസ്. അതായത് ഒരു സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായി മാറുന്നു? റെസിസ്റ്റർ കൊണ്ടുള്ള റെസിസ്റ്റൻസ് മാത്രമായി മാറും. ഇൻഡക്ടർ കൊണ്ടും കപ്പാസിറ്റർ കൊണ്ടുമുള്ള റെസിസ്റ്റൻസ് 0 ആയി മാറുന്നു. എങ്കിൽ ആ സർക്യൂട്ടിലുണ്ടാകുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് R മാത്രമായിരിക്കും. അപ്പോൾ ആ സർക്യൂട്ടിൽ ഈ ടേം ഇല്ല, ഈ ടേം എന്തായി? ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇൻഡക്ടർ കൊണ്ടോ കപ്പാസിറ്റർ കൊണ്ടോ ഉള്ള റെസിസ്റ്റൻസ് പരിഗണിക്കേണ്ട ആവശ്യമില്ല. പകരം റെസിസ്റ്ററിന് എത്ര റെസിസ്റ്റൻസ് ഉണ്ട് അത് മാത്രമാണ് ഇവിടെ പരിഗണിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ എന്തായി? ഇത് R Z = √R² ഈക്വൽ ടു R എന്നായി. അപ്പോൾ ഈ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, അല്ലേ? സ്വാഭാവികം നമുക്കറിയാം, ബൈ ഓംസ് ലോ വാട്ട് ഈസ് കറണ്ട്? കറണ്ട് I = V/R. കറണ്ട് I = V/R ആണ്, ഓർ V = I × R ആണ്. അതായത് റെസിസ്റ്റൻസ് കുറയും തോറും കറണ്ട് കൂടും. റെസിസ്റ്റൻസ് കുറയും തോറും എന്ത് ചെയ്യുന്നു? കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും തോറും കറണ്ട് കൂടും. അപ്പോൾ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലുള്ള കറണ്ട്, ആ ഫ്ലോ എന്ത് ചെയ്യും? ചാർജിൻ്റെ ഫ്ലോ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ LCR സർക്യൂട്ടുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു?
ഈ 1/c ഒമേഗ ഈക്വൽ ടു എൽ ഒമേഗ എന്ന ഫോർമാറ്റിൽ വരുന്ന എല്ലാ സർക്യൂട്ടുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് അതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനെ ഇതേപോലെ റെസിസ്റ്റർ കൊണ്ടുള്ള റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ട്യൂണിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. ട്യൂണിങ് സർക്യൂട്ടുകൾ നമ്മൾ FM ഒക്കെ ട്യൂൺ ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മൾ ആ റെഗുലേറ്റർ അത് തിരിക്കുമ്പോൾ അത് ഒരു സ്ഥലത്ത് അതിൻ്റെ ശബ്ദം കുറഞ്ഞു വരികയും പിന്നീട് എന്ത് ചെയ്യുന്നു, അത് കൂടി വന്നിട്ട് ഒരു മാക്സിമം ക്ലാരിറ്റിയിലേക്ക് എത്തുകയാണ് ചെയ്യുക. അപ്പോൾ അത്തരം സ്ഥലത്ത് ആ ട്യൂണിങ്ങിൽ സംഭവിക്കുന്നത് ആ പ്രത്യേക പോയിന്റിൽ കപ്പാസിറ്റർ കൊണ്ടുള്ള റെസിസ്റ്റൻസും ഇൻഡക്ടർ കൊണ്ടുള്ള റെസിസ്റ്റൻസും ഈക്വലായി മാറുന്നു. അത് രണ്ടും ഈക്വലായി മാറിക്കഴിഞ്ഞാൽ ഇംപിഡൻസ് എന്ന ടേമിൽ ഈ രണ്ടും കൂടി എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകുന്നു. അപ്പോൾ അവിടെ പ്രസന്റ് ആയിട്ടുള്ളത് റെസിസ്റ്റർ കൊണ്ടുള്ള റെസിസ്റ്റൻസ് മാത്രമായിരിക്കും. അപ്പോൾ ആ സമയത്ത് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കറണ്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ സിഗ്നൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ മാക്സിമം ക്ലാരിറ്റി കാണിക്കുന്നു. കറണ്ട് കൂടുതലുള്ളിടത്താണ് എന്ത് ചെയ്യുക? സിഗ്നൽ അതിൻ്റെ മാക്സിമം ക്ലാരിറ്റി കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് റെസൊണൻസ്. ഈ റെസൊണൻസിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ആ റെസൊണൻസ് കണ്ടീഷൻ നമുക്കറിയാം. ഇവിടെ 1/c ഒമേഗ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? L ഒമേഗ ഉണ്ട്. ഇത് രണ്ടിൽ നിന്നും ഈ ഒമേഗ എന്നതാണ് എന്ത്? ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ ഈക്വൽ ടു 2πν ആണ്. ഒമേഗ ഈക്വൽ ടു 2πν അല്ലെങ്കിൽ ഇതാണ്. ഇപ്പൊ റെസൊണൻസ് ഫ്രീക്വൻസിയെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ന്യൂ എന്ന ലെറ്ററിനെ നമ്മൾ ഫ്രീക്വൻസി പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് F എന്ന് തന്നെ കൊടുക്കാം. 2πf. ഇത് രണ്ട് ഈക്വൽ ആണ്. ഇത് ഫ്രീക്വൻസി എന്നതിൻ്റെ ലാറ്റിൻ ലെറ്റർ കൊണ്ട് ന്യൂ എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് F എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതായത് 2π ഇൻറ്റു ഫ്രീക്വൻസിയാണ് ആംഗുലാർ ഫ്രീക്വൻസി. 2π ഇൻറ്റു ഫ്രീക്വൻസിയാണ് ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റിയാണ്. ആ റൊട്ടേഷൻ്റെ സ്പീഡാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്പീഡ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനെ കണക്ട് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുക. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലാത്ത സമയത്ത് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? ഒരു സർക്കുലർ മോഷൻ ആണെങ്കിൽ അവിടെ ഉള്ള ആ സ്പീഡിന് അവിടെയുള്ള വെലോസിറ്റി, ഇവിടെ സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ. ഇവിടെ നിൽക്കാണ്ടാവും, ഡയറക്ഷൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക ചെയ്യുക. ഇവിടെ നിന്നിട്ട് ഇതിങ്ങനെ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കിതിനെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല. ഒരു വസ്തു സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി അപ്പോൾ ഒരു സർക്കുലർ മോഷനിൽ ഒരു വസ്തു കിടന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ വെലോസിറ്റി, ആ വെലോസിറ്റിയാണ് നമ്മൾ ഒമേഗ എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര റൊട്ടേഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ, ഇവിടെ ഒമേഗ എന്നൊരു ടേം ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യാൻ സാധിക്കണം. ഇതിൽ നിന്നൊരു ഫ്രീക്വൻസി ഫൈൻഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ കണ്ടീഷൻ മാത്രം വെച്ചിട്ട് തന്നെ നമുക്കതിനെ അനലൈസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് റെസൊണൻസ് ഫ്രീക്വൻസിയാണ്. ഇപ്പൊ റെസൊണൻസ് എന്താന്ന് പറഞ്ഞു, ഇനി റെസൊണൻസ് ഫ്രീക്വൻസി നോക്കാം. റെസൊണൻസ് ഫ്രീക്വൻസി, ഈ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ റെസൊണൻസ് കണ്ടീഷൻ നോക്കാം. റെസൊണൻസ് കണ്ടീഷൻ എന്താണ്? L ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗ റെസൊണൻസ് കണ്ടീഷൻ. കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസും ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസും ഈക്വലായി വരുന്ന സാഹചര്യത്തെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റെസൊണൻസ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ഫ്രീക്വൻസി ഉണ്ടാവേണ്ടതുണ്ട്. ആ ഫ്രീക്വൻസി എത്രയെന്ന് നോക്കാം. അപ്പോൾ ആ ഫ്രീക്വൻസിയിൽ ഇതിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് എഴുതാം. ഒമേഗ ഈക്വൽ ടു 2π ഇൻറ്റു ഫ്രീക്വൻസിയാണ്. 2πν അല്ലെങ്കിൽ 2πf, 2π ഇൻറ്റു ഫ്രീക്വൻസിയാണ്. ഇതിൽ നിന്ന് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഇവിടെ എന്ത് ചെയ്യാം?
ഈ ഒമേഗ എന്നതിന് പകരം 2πf എന്ത് ചെയ്യാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L into 2πf equal to L into 2πf equal to 1 by C 2πf. L into 2πf equal to 1 by C 2πf. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ C2πf ഇങ്ങോട്ട് വരാം അല്ലേ, അത് L2πf into C2πf equal to എന്തായിരിക്കും, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഈ ന്യൂമറേറ്ററിൽ കിട്ടാം ഈക്വൽ ടു 1 എന്ന്. ഇനി ഇത് രണ്ടും കൂടി എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് എഫ് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കും. എന്നാ പിടിക്കാം അല്ലേ, എൽ ഉണ്ട്, സി ഉണ്ട്, ഓരോ ടേംസ് ഉണ്ട് അല്ലേ. എൽ അതിൻ്റെ മുന്നേ ഓക്കെ, ആദ്യം എൽ തന്നെ എടുക്കുക. എൽ ഇൻറ്റു C2πf ആണ്. അപ്പോൾ എൽ അതേപോലെ വേറെ ടേമില്ല. പിന്നെ സി ഉണ്ട്, LC ഉണ്ട്. പിന്നെ 2 into 2 കൂട്ടാം. 2 into 2 എത്രയാണ്, 4 ഉണ്ട്. പൈ ഇൻറ്റു പൈ ഉണ്ട് അല്ലേ, പൈ ഇൻറ്റു പൈ, പൈ സ്ക്വയർ ഉണ്ട്. എഫ് ഇൻറ്റു എഫ്, എഫ് സ്ക്വയർ ഉണ്ട്. ഈ 4 നമുക്ക് വേണമെങ്കിൽ 2 സ്ക്വയർ എന്ന് എഴുതാം. 4 നമ്മൾ എന്ത് എഴുതുന്നു, 2 സ്ക്വയർ എന്ന് എഴുതും. ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എഫ് എന്താണ് അല്ല. അപ്പോൾ ഇതൊന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ 1 by LC അല്ലേ, LC ഉണ്ട്, 2 സ്ക്വയർ ഉണ്ട്, പൈ സ്ക്വയർ ഉണ്ട്, എഫ് സ്ക്വയർ ഉണ്ട്. ഇതെല്ലാം സ്ക്വയറാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 by 2π എഫ് ഈക്വൽ ടു അല്ലേ, എഫ് സ്ക്വയർ ഈക്വൽ ടു 1 divided by LC 2 square pi square. F square equal to 1 by LC 2 square pi square. ഈ ഒരു ഫോർമാറ്റിലാവും കിട്ടും. അപ്പോൾ എഫ് ഈക്വൽ ടു എന്താണ്, ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. എഫ് ഈക്വൽ ടു ഫ്രീക്വൻസി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 divided by LC 2 square pi square. ഈ 2 സ്ക്വയർ റൂട്ടിന് പുറത്ത് വന്നാൽ 2 ആവും, പൈ സ്ക്വയർ റൂട്ടിന് പുറത്ത് വന്നാൽ എന്താവും, പൈ ആവും. ഈ LC അത് റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും ചെയ്യും, കാരണം അവിടെ സ്ക്വയർ ഇല്ലല്ലോ. അപ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു 1 divided by, നമ്മൾ റൂട്ടിൽ നിന്ന് പുറത്തെടുക്കുകയാണ് എല്ലാത്തിനെയും. ഈ 1ൻ്റെ റൂട്ട് 1 തന്നെയാണ്, അതുകൊണ്ട് അത് അതേപോലെ എഴുതി. 2നെ പുറത്തെടുത്താൽ 2 സ്ക്വയർ ആണുള്ളത്, 2നെ റൂട്ടിന് പുറത്തെടുത്താൽ 2 ആയി. പൈ സ്ക്വയറിനെ റൂട്ടിന് പുറത്ത് വിടുന്നാൽ പൈ ആയി. പിന്നെ എന്താ ഉള്ളത്, പിന്നെ LC ഉണ്ട് അല്ലേ, LC റൂട്ടിൻ്റെ അകത്ത് തന്നെയാണ് ഉള്ളത്, സ്ക്വയർ ഒന്നുമില്ല. 1 by 2π റൂട്ട് LC. ഇതാണ് റെസൊണൻസ് ഫ്രീക്വൻസി. ശരിക്കും ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമ്മളതിനെ ഡിറൈവ് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ആദ്യം കപ്പാസിറ്റർ കൊണ്ടുള്ള റെസിസ്റ്റൻസും ഇൻഡക്ടർ കൊണ്ടുള്ള റെസിസ്റ്റൻസും ഈക്വൽ ആണ്. കപ്പാസിറ്റർ കൊണ്ടുള്ള റെസിസ്റ്റൻസും ഇൻഡക്ടർ കൊണ്ടുള്ള റെസിസ്റ്റൻസും ഈക്വൽ ആണ് എന്ന കണ്ടീഷൻ, ഒരു സർക്യൂട്ട് റെസൊണൻസിലാവാൻ റെസൊണൻസ് കണ്ടീഷനാണിത്. ഇതെന്താണ്, റെസൊണൻസ് കണ്ടീഷൻ. ഇൻഡക്ടർ കൊണ്ടുള്ള റെസിസ്റ്റൻസും കപ്പാസിറ്റർ കൊണ്ടുള്ള റെസിസ്റ്റൻസും ഈക്വൽ ആയിരിക്കുക എന്നതാണിത്. ഇൻഡക്ടർ കൊണ്ടുള്ള റെസിസ്റ്റൻസും കപ്പാസിറ്റർ കൊണ്ടുള്ള റെസിസ്റ്റൻസും ഈക്വൽ ആയിരിക്കുക എന്നതാണ് റെസൊണൻസ് കണ്ടീഷൻ. ആ റെസൊണൻസ് കണ്ടീഷൻ ദാറ്റ് ഈസ്, അത് നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ L ഒമേഗ ഈക്വൽ ടു 1 by C ഒമേഗ. ഓക്കെ, ഇതിൽ നിന്ന് ഈ ഒമേഗ എന്ന ആംഗുലാർ വെലോസിറ്റി, ആ വെലോസിറ്റിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടേം ആണ് ഫ്രീക്വൻസി. ഒമേഗ ഈക്വൽ ടു 2π ഇൻറ്റു ഫ്രീക്വൻസി ആണ്, 2πf. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഏതിനാണ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തല്ലേ, ഈ ഒമേഗയ്ക്ക് 2πf എന്ന വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഈ ഒമേഗ മാറിയിട്ട് ഇവിടെ 2πf ആവും,
ഇവിടുത്തെ ഒമേഗ മാറിയിട്ട് ഇവിടെ എന്താവും 2πf ആവും. ഇങ്ങനെ രണ്ട് 2πf. ഇനി അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ LC ഇൻറ്റു 2 സ്ക്വയർ, 2 സ്ക്വയർ പറഞ്ഞാൽ 4 ആണ്, ഇവിടെ ഉണ്ട് 2 ഇൻറ്റു 2, പിന്നെ പൈ സ്ക്വയർ, പൈ ഇൻറ്റു പൈ, പിന്നെ എഫ് ഇൻറ്റു എഫ് സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 1 എന്നാണ് അതിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസി ഇതുപോലെ എന്ത് ചെയ്യാൻ സാധിക്കും? ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ റെസൊണൻസ് ഫ്രീക്വൻസി LCR സർക്യൂട്ടിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ രണ്ടല്ല 3 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ എക്സാമുകൾക്ക് വരിക. ഒന്നാമത്തത് ഫേസർ ഡയഗ്രാം, LCR സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 LCR സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇംപിഡൻസ് ഓഫ് LCR, ഇംപിഡൻസ് ഓഫ് LCR സർക്യൂട്ട്, ഇംപിഡൻസ് ഓഫ് LCR സർക്യൂട്ട്. മൂന്നാമത്തത് റെസൊണൻസ് ഇൻ LCR. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റെസൊണൻസ് ഓഫ് LCR. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നിർബന്ധമായും എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഷുവറാണ് എക്സാമിന് ഉണ്ടായിരിക്കും. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് LCR സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രാം, രണ്ടാമത്തത് ഇംപിഡൻസ് ഓഫ് LCR സർക്യൂട്ട്, മൂന്നാമത്തത് റെസൊണൻസ് ഓഫ് LCR. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യണം? പഠിക്കേണ്ടത് തന്നെയുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത് ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്. ട്രാൻസ്ഫോമറിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നിക്കോള ടെസ്ല എന്ന ശാസ്ത്രജ്ഞൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. അപ്പം അദ്ദേഹം 2 കോയിൽസ് വെച്ചിട്ടില്ലേ, ഫാരഡേസ് ലോസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കോയിൽ ഇതേപോലെയുള്ള ഒരു കോയിലിൽ കറണ്ട് ഉണ്ടാകുമ്പോൾ ആ കറണ്ടിൽ ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ അതിന് തൊട്ടടുത്ത് വെച്ചിട്ടുള്ള കോയിൽ എന്ത് ചെയ്യുന്നു? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിപ്പോൾ ഒരു കോയിലാണ്, ഒരു സ്പ്രിങ് ടൈപ്പ്. ഇതിലിപ്പോൾ ഒരു കറണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഇതിന് തൊട്ടടുത്ത് വെച്ചിട്ടുള്ള ഒരു കോയിൽ, ഈ കോയിലിൽ എന്ത് ചെയ്യും? കറണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇതിലെ കറണ്ട് ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്താൽ മതി അല്ലേ. ഇവിടെ ഇപ്പോൾ 10 ആംപിയർ ആയി, കുറച്ച് കഴിഞ്ഞപ്പോൾ 8 ആംപിയർ ആയി, കുറച്ച് കഴിഞ്ഞപ്പോൾ 12 ആംപിയർ ആയി. അങ്ങനെയുള്ള വ്യത്യാസമായാലും കുഴപ്പമില്ല. അതല്ല കറണ്ടിൻ്റെ ഫ്ലോ, ഇവിടെ AC കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ചേഞ്ചിങ് ആയിട്ടുള്ള കറണ്ടിനെ ഒരു കോയിലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കോയിലിന് തൊട്ടടുത്ത് വെച്ചിട്ടുള്ള മറ്റൊരു കോയിലിൽ എന്ത് ചെയ്യുന്നു? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഉപകരണം നമ്മൾ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മറ്റൊരു ദിവസം ഞാനൊരു ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് ക്ലാസ്സിൽ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫാരഡേസ് ലോ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എന്തായിരിക്കും? ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ കോയിൽസിൻ്റെ എണ്ണം, ഇവിടെ കുറവ് കോയിലും ഇവിടെ കോയിലിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഇവിടെ കൂടുതൽ കറണ്ട് ഉണ്ടാവും. അപ്പോൾ കുറഞ്ഞ വോൾട്ടേജിനെ കൂടിയ കറണ്ടാക്കി മാറ്റാനും കുറഞ്ഞ കറണ്ടിനെ കൂടിയ വോൾട്ടേജ് ആക്കി മാറ്റാൻ എന്ത് ചെയ്യും? നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് എന്ത് റിസൾട്ടാണോ വേണ്ടത് അതിനനുസരിച്ച് ഈ 2 ഭാഗത്തുള്ള കോയിൽസിൻ്റെ എണ്ണത്തിൽ എന്ത് ചെയ്യുന്നു? വ്യത്യാസം വരുത്താൻ സാധിക്കുക ചെയ്യും. അപ്പോൾ കറണ്ട് നമുക്ക് ഒരുപാട് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഇതേപോലെ മറ്റൊരു കോയിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിലും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. വീണ്ടും ഇപ്പോൾ എത്ര കോയിൽ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതേപോലെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ ഹീറ്റ്, വലിയ കോയിൽസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും. ഹീറ്റ് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്തിട്ട് ആ മെഷീന് കത്തിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, ട്രാൻസ്ഫോമർ കത്തുക പറയും. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ട്രാൻസ്ഫോമർ കത്തുക. ട്രാൻസ്ഫോർമർ കത്തിപ്പോകുന്നത് ഈ ഹീറ്റിൻ്റെ പ്രശ്നമാണ്. ഹീറ്റ് അവിടെ എപ്പോഴും എന്തുണ്ടായിരിക്കും? പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. എനർജി, ഈ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഹീറ്റ് എനർജി ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ. VS/VP =
Vs by Vp equal to Is by Ip. Vs by Vp equal to Ns by Np. Ns by Np, that's equal to Ip by Is. ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷൻ. അതായത് ഇവിടെ ഈ ഒന്നാമത്തെ കോയിലിനെ നമ്മൾ പ്രൈമറി കോയിൽ എന്നും രണ്ടാമത്തെ കോയിൽ നമ്മൾ സെക്കൻഡറി കോയിൽ എന്നുമാണ് പറയുന്നത്. ഒന്നാമത്തെ കോയിലിനെ എന്ത് പറയുന്നു? പ്രൈമറി കോയിൽ എന്ന്. രണ്ടാമത്തെ കോയിലിനെ സെക്കൻഡറി കോയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ വി എസ് ബൈ വി പി എന്ന് പറഞ്ഞാൽ വി എസ് വോൾട്ടേജ് ഇൻ സെക്കൻഡറി ആണ്, ഇത് വോൾട്ടേജ് ഇൻ പ്രൈമറി ആണ്. എൻ എസ് നമ്പർ ഓഫ് കോയിൽസ് ഇൻ സെക്കൻഡറി ആണ്, നമ്പർ ഓഫ് കോയിൽസ് ഇൻ സെക്കൻഡറി 1 2 3 4 5 ഇതേപോലെ ഒരു കോയിൽ, രണ്ടാമത്തെ കോയിൽ, മൂന്നാമത്തെ കോയിൽ, നാലാമത്തെ കോയിൽ, ഇങ്ങനെ കോയിൽസിൻ്റെ എണ്ണാണ് എൻ എസ്. നമ്പർ ഓഫ് കോയിൽസ് ഇൻ സെക്കൻഡറി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കോയിൽസ് ഇൻ പ്രൈമറി, ദാറ്റ്സ് ഓൾസോ ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ? ഇവിടെ ഐ പി ബൈ ഐ എസ് കറണ്ട് ഇൻ പ്രൈമറി ആണ്. ഇവിടെ വോൾട്ടേജ് ഇൻ സെക്കൻഡറി ആയിരുന്നു, കോയിൽസ് ഇൻ സെക്കൻഡറി ആയിരുന്നു, പക്ഷേ ദാറ്റ്സ് ഈക്വൽ ടു കറണ്ട് ഇൻ പ്രൈമറി ഡിവൈഡ് ബൈ കറണ്ട് ഇൻ സെക്കൻഡറി. ഇതാണ് ട്രാൻസ്ഫോമർ റേഷ്യോ. ഈ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി, കാര്യക്ഷമത, എത്രമാത്രം ഒരു ട്രാൻസ്ഫോമർ നമുക്ക് ഉപയോഗപ്പെടുമെന്ന് മനസ്സിലാക്കാൻ നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട്. എഫിഷ്യൻസി കാണാനല്ലേ, ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യാം? ഇൻപുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഔട്ട്പുട്ട് പവറിനെ ഇൻപുട്ട് പവർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അതിൽ നിന്ന് ട്രാൻസ്ഫോമറിൻ്റെ കാര്യക്ഷമത അല്ലെങ്കിൽ എഫിഷ്യൻസി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ട്രാൻസ്ഫോമറിൽ അല്പം ലീക്ക് സംഭവിക്കും. ലീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് ഇല്ലേ? ഇലക്ട്രിക് ഫ്ലക്സ് അത് പല സ്ഥലത്തേക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്പ്രെഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, സെക്കൻഡറിയിലേക്ക് കൺവേർട്ട് ചെയ്യില്ല. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് ഫ്ലക്സും ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സും എന്ത് ചെയ്യുന്നില്ല, അടുത്ത പ്രൈമറിയിലേക്ക് എന്ത് ചെയ്യണമെന്നില്ല, കൺവേർട്ട് ചെയ്യണമെന്നില്ല. അതുപോലെ അടുത്തത് കോയിൽസ് അല്ലേ? കോയിൽസ് ചൂടാകുന്നത് കൊണ്ട് ഹീറ്റായിട്ട് എന്ത് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് എനർജി എന്തായി മാറുള്ളൂ? അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അത് എന്തായി മാറും? അത് ഒരു ലീക്കായി മാറും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഫ്ലക്സിൽ വരുന്ന ലീക്കേജാണ്. രണ്ടാമത്തത് കോപ്പർ ലീക്കേജ് എന്നാണ് പറയാം. കോയിൽസ് ചൂടാകുന്നത് കൊണ്ടുള്ള ആ ലോസിനെ കോപ്പർ ലീക്കേജ് എന്ന് പറയും. മൂന്നാമത്തത് എഡ്ഡി കറണ്ട് ലോസ്, നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലേ? എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞാൽ വലിയ മെറ്റൽ പീസുകളിലെ തൊട്ടടുത്ത് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കറണ്ട് എന്ത് ചെയ്യും? അതിൽ നിന്ന് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയുള്ള എഡ്ഡി കറണ്ട് ലോസ് ഉണ്ടായിരിക്കും. പിന്നെ ഹിസ്റ്റെറിസിസ് ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും ഉള്ള ഒരു ലാഗിങ്, അവ തമ്മിലുള്ള ഒരു ടൈം ഡിഫറൻറ്റ് കൊണ്ടുണ്ടാകുന്ന ഒരല്പം ലോസ് ഇവിടെ സംഭവിക്കും. അതുപോലെ ഹമ്മിങ് ലോസ്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ അല്ലേ, ഈ കറണ്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അതായത് ഈ പോസിറ്റീവ് നെഗറ്റീവും എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് ആയതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിൽ നിന്ന് അത് വൈബ്രേറ്റ് ചെയ്യുന്നു. ട്രാൻസ്ഫോമർ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ ഒരു എന്നുള്ളൊരു ശബ്ദത്തിൽ ട്രാൻസ്ഫോമറിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ അല്ലേ, പ്രത്യേകിച്ച് പഴയ കാലത്തുള്ള ട്രാൻസ്ഫോമറുകൾ അതിങ്ങനെ ജസ്റ്റ് 2 പോസ്റ്റ് കൊടുത്തിട്ട് ആ പോസ്റ്റും ഒരു തേക്കിൻ്റെ ഒരു സ്റ്റാൻഡും വെച്ചിട്ട് ആ സ്റ്റാൻഡും ഇങ്ങനെ ജസ്റ്റ് കയറും കെട്ടി കമ്പിയായിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ചെറിയൊരു ശബ്ദം എന്നുള്ള ഒരു ശബ്ദം ഇങ്ങനെ ഉണ്ടാവും. ഈ ശബ്ദം സൗണ്ട് ഒരു എനർജിയാണ്, സൗണ്ട് എനർജിയുടെ ഒരു ഫോർമാറ്റാണ്. അതുകൊണ്ട് തന്നെ എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയിഡ് ആണ്. സൗണ്ട് വെറുതെ ഉണ്ടാവുമോ? ഇല്ല. അവിടെ എനർജി യൂസ് ചെയ്തിട്ട് തന്നെയാണ്, ഇവിടെയുള്ള ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് തന്നെയാണ് എന്തുണ്ടാകുന്നത്? സൗണ്ട് ക്രിയേറ്റ് ആകുന്നത്. അതുകൊണ്ട് ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര എനർജി ആവശ്യമോ അത്രയും എനർജി അവിടെ എന്തായിരിക്കും? വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പിന്നെ മറ്റൊരു കാര്യം ചോക്കുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഇപ്പോൾ ചോക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നില്ല. ഈ കുറഞ്ഞ കറണ്ടുള്ള സമയത്ത് മെഷീൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറഞ്ഞ ഫ്യൂവലിൽ നിൽക്കുമ്പോൾ മെഷീൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്
അല്ലേ? അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്, ചോക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. ചോക്കിനെ കുറിച്ച് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.